ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെറും 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോയ പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ എനിക്ക് കഴിയും. എവിടെന്ന്? കത്തിച്ചു കഴിഞ്ഞ ചാരത്തിൽ നിന്നോ? എനിക്ക് നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യണം. സർ, ഒരിക്കലും അത് ചെയ്യരുത്. കുറച്ചു മുമ്പ് കണിമംഗലം ക്രിമിനലുകളുടെ താവളമാണോ എന്ന് ചോദിച്ച ആളല്ലേ നിങ്ങള്? മറന്നുപോയോ നിങ്ങള്? അതല്ല സർ, ഞങ്ങൾ 3 പേരും പ്രിയങ്കയുടെ മൃതദേഹം കാണാൻ വന്നതും ഐഡന്റിഫൈ ചെയ്തതും അവളെ ദഹിപ്പിച്ചതുമൊന്നും ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടി കത്തിക്കരിഞ്ഞു മരിച്ചു. അവളുടെ മൃതദേഹം നിങ്ങൾ ഏറ്റുവാങ്ങി അത് സംസ്കരിച്ചു. എന്നിട്ട് അവൾ ജീവിച്ചിരുന്ന വീട്ടിലെ ആരും അത് അറിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു ദുരൂഹത ഉണ്ടല്ലോ മിസ്റ്റർ ചന്ദ്രശേഖരൻ. ചെറിയച്ഛനും പിള്ളേരും കൂടി ചേർന്ന് ആ കുട്ടിയെ തീർത്തു കളഞ്ഞാണല്ലേ? സാർ, മനഃപൂർവ്വം വിളിച്ചു വെച്ചതല്ല. പ്രിയങ്കയുടെ അച്ഛൻ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ച അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലെന്ന് വിചാരിച്ചു. ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം, ഗംഭീരായിട്ടുണ്ട്. എനിക്കിപ്പോ നിങ്ങളെ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതി. അപ്പൊ എങ്ങനെയാ? നിങ്ങൾ 3 പേരെയും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകണോ, അതോ ഓരോരുത്തരായി കൊണ്ടുപോയി നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യണോ? സർ പ്ലീസ്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ല പോലും. പിന്നെ ഈ കണ്ട തെളിവുകളെല്ലാം നീയൊക്കെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ എന്താ? പ്രിയങ്കയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്നെ തന്നെയാ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങള് നമുക്ക് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കാം. എന്താ എന്താ സർ, എന്തിനാ എന്റെ മോനെ കൊണ്ടുപോകുന്നേ? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. മകന്റെ ഭാര്യയെ കാണാതായി എന്നല്ലേ നിങ്ങൾക്കറിയൂ? മകന്റെ ഭാര്യ അന്നേ ദിവസം മുഖം മൂടി ധരിച്ച 3 പേർ ഈ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയതായിരുന്നു. ഈ വീടിന്റെ ഓഫീസ് മുറിയുടെ മുമ്പിലിരിക്കുന്ന CCTV-യിൽ ആ ദൃശ്യം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അതിന് വരുണിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യം എന്താ? ഇവിടുന്ന് കാണാതായ പെൺകുട്ടിയെ ഇവിടുത്തെ അകത്തളത്തിൽ തന്നെ അല്ല അന്വേഷിക്കേണ്ടത്. അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിൽ പുറത്തുപോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരണം. പറ്റുമോ നിങ്ങൾക്ക്? അല്ലാതെ കേസ് അന്വേഷിച്ചൊന്ന് വരുത്തി തീർക്കാനും മറ്റുള്ളവർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയും കണിമംഗലത്ത് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങളെ അനുസരിപ്പിക്കാൻ ശേഷിയുള്ള സീനിയർ പോലീസ് ഓഫീസർമാരിൽ പലരും എന്റെ ചങ്ങാതിമാരാണ്. അത് നിങ്ങൾ മറക്കണ്ട. അറിയാം സാർ.
ഇത്രയും സമ്പന്നരായ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സ്വാധീനങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. തടയും. എന്റെ കൺമുന്നിൽ നിന്ന് ഇവനെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. കണിമംഗലം പരമേശ്വരന്റെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? വെറും 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോയ പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ എനിക്ക് കഴിയും. എവിടെന്ന്? കത്തിച്ചു കഴിഞ്ഞ ചാരത്തിൽ നിന്നോ? നിങ്ങൾ എന്താ പറഞ്ഞത്? കത്തിച്ചു കളഞ്ഞെന്നോ? മിസ്റ്റർ പരമേശ്വരൻ, നിങ്ങളൊരു വിഡ്ഢിയെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ നിങ്ങളെ വിഡ്ഢിയാക്കിയത് ഈ നിൽക്കുന്ന 3 പേര് ചേർന്നാണ്. നിങ്ങളുടെ 2 മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ട അനുജനും. ഇവര് 3 പേരും ചേർന്ന പ്രിയങ്കയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതും കത്തിച്ചതും. സാർ എന്തൊക്കെ ഈ പറയുന്നേ? വെറുതെ കള്ളക്കഥ പറയല്ലേ. കള്ളക്കഥയല്ല, കൺമുമ്പിൽ നിൽക്കുകയല്ലേ കുറ്റവാളികള്. ചോദിക്ക് ഏതെങ്കിലും ഒരുത്തനോട്. സിറ്റിക്ക് പുറത്ത് ഒരു ഒഴിഞ്ഞ മുറിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ സംശയം തീർക്കാനാ ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. ഇവരെ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ചേച്ചി രാധികയും. ശവശരീരം മാത്രമല്ല, അതിന് തൊട്ടടുത്ത് കിടന്ന വസ്ത്രങ്ങളും കണ്ടു. അത് പ്രിയങ്ക തന്നെയാണെന്ന് ഉറപ്പിച്ച് രജിസ്റ്റേർഡിൽ ഒപ്പുവിട്ടു. എന്തൊക്കെയാ മോനെ കേൾക്കുന്നേ? അത് കൈപ്പറ്റിയതേ ഈ നിൽക്കുന്ന 3 പേരും രാധിക എന്ന ഇവരുടെ കൂട്ടാളിയുമാണ്. എന്നിട്ട് ഇവരെല്ലാം ചേർന്ന് ആചാരപരമായിട്ടങ്ങ് കത്തിച്ചു. അത് ഒരു കരുതിക്കുട്ടിയുള്ള കൊലപാതകമായിരുന്നു.